ഹായ് ഹലോ, നമുക്ക് നല്ലൊരു പൊട്ടറ്റോ ചില്ലി ഉണ്ടാക്കാം. അപ്പം നമ്മളൊരു 5-6 പൊട്ടറ്റോ എടുക്കുക. അധികം വലിപ്പം ഉണ്ടതല്ല കേട്ടോ. വലിപ്പം ഉണ്ടതാണെങ്കിൽ ഒരു 3 മതിയാവും. നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. ഏകദേശം ഒരു വലിപ്പം കൊണ്ട് എടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി 3/4 മുതൽ 1 ലിറ്റർ വരെ വെള്ളം നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ്, ആ വെള്ളത്തിന് കൂടാൻ്റെ ഉപ്പ് മുന്നിട്ട് പോകരുത് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു. ഒരു പകുതി വേവ്, ഒരു 60% വേവ് മതി കേട്ടോ. അപ്പോൾ നമ്മൾ കോരി വെള്ളം വാലാനായിട്ട് വെച്ചോളൂ കേട്ടോ. പൊടിഞ്ഞ് പോകരുത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ, അതുകൊണ്ട് കേട്ടോ 60% വേവെന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ്ങിനായിട്ട് മിക്സ് റെഡിയാക്കണം. കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ, മൈദ 4 ടേബിൾ സ്പൂൺ, അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. 1 ടീസ്പൂണുണ്ട്. പിന്നെ പൊട്ടറ്റോയ്ക്ക് നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പം നോക്കിയിട്ട് ഉപ്പ് ടേസ്റ്റിനുണ്ട് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം. ഇതിപ്പം 8 ടേബിൾ സ്പൂണുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് എനിക്ക് ഇത്രയും വെള്ളം വേണ്ടി വന്നു. കുറച്ച് ഒഴിച്ച് നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺ സ്റ്റാർച്ച് അടിയിലോട്ടൊന്ന് അടിയണ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിനുശേഷം എല്ലായിടത്തും പിടിച്ചൊന്ന് ഉറപ്പ് വരുത്തുക. ഈ സമയത്ത് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുണ്ടെന്ന് ചേർക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടായി വരുന്നു. അതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഓരോ പീസും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്ന് വിചാരിച്ച് കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് പച്ചമുളക് ഒരു 5-6 ഉണ്ടാവും, അര സവോളയുണ്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. റെഡ് ചില്ലി ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊട്ടറ്റോസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൂട്ടുക. വെജിറ്റബിൾ വെന്ത വെള്ളാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 50 ml വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം പകുതി ഇടുന്നുണ്ട്, സവോള പകുതി ഇടുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരല്പം മധുരം കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഷുഗർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉണ്ടാവും. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ
ഇത് നല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കോൺ സ്റ്റാർച്ച് കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചില്ലി പൊറോട്ടോ, നമ്മുടെ ചില്ലി പൊട്ടറ്റോ റെഡി ആവുകയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും.